എൻ്റെ പേര് പ്രമോദ്, പിണറായി സ്വദേശിയാണ്. എന്നെ ഈ ബിസിനസ് പരിചയപ്പെട്ടത് ഇന്ന് ഇന്റർനാഷണൽ ടീം കൊണ്ടറിയാനുള്ള കബീർ സാറും നന്ദി രേഖപ്പെടുത്തിയാണ്. എൻ്റെ ഈ ബിസിനസ് വേറെ ചെയ്തുകൊണ്ട് ജോലി തെങ്ങ് കള്ളിയത്ത് പോലെയാണ് തെങ്ങും കയറാൻ പണി. 3 നേരം തെങ്ങും കയറും. അതിനകത്ത് ഇഷ്ടംപോലെ സമയമുണ്ട്. 2 നേരം കൈക്കോട്ട് പണിക്ക് പോകും. രാത്രി പുഴയിൽ കൂടി വരാൻ പോകും. ഇങ്ങനെ പോകാനുള്ള കാരണം വെച്ചാൽ ദാരിദ്ര്യത്തിന് അങ്ങനെ തരത്തിലുള്ളതുകൊണ്ട് എങ്ങനെയും പണം ഉണ്ടാക്കണമെന്നാണ് ഓടിയത്. ഓടിയത് അവരുമായിട്ട് 7 സെന്റ് സ്ഥലവും മോശത്തെ 2 നേരം വീട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിനുള്ളിൽ കിടന്നുറങ്ങുന്ന ഈ ശരീരം അനുഭവിക്കാൻ രീതിയിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുവിധം ഡോക്ടർമാരെ കാണിച്ച് മതിയാക്കിയിട്ട് 3 കൊല്ലം ചികിത്സ പോയിട്ട് സമയം പോയി പൈസ പോയിട്ട് ഒരു ഗുണം കിട്ടിയില്ല. ഇനി എന്ത് ചെയ്യണം? ഒന്നുമില്ല. 10 വർഷം മുന്നേ ഒരുപാട് നാൾ ആത്മഹത്യ ചെയ്ത ആളും കൂടിയാണ്. ഇന്നിവിടെ നിൽക്കാനുള്ള കാലം എൻ്റെ മോള് കല്യാണപ്രായം നിൽക്കുന്ന പല ആൾക്കാരും കാണാൻ വരുന്നുണ്ട്. അതിന്റെ കല്യാണം പോയി കണ്ടിട്ട് പോകുന്നൊരു ആഗ്രഹം മനസ്സിലോട്ട് പിടിച്ചു നിന്നതാണ്. എന്നാൽ പറ്റാത്ത അവസ്ഥയാണ്. ആ സമയത്താണ് ഈ 2 വ്യക്തികൾ ദൈവദൂതരെ പോലെ 2 വ്യക്തികൾ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ചു. 9 മാസത്തോളം കണ്ടിനായി ഏകദേശം 60,000 പേരുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ ഇനി 2ാം നിയമത്തോട് ഈ ഒരു വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ മൈക്കോട് പറയാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. എന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 13 കൊല്ലം പഠിച്ചിട്ടുണ്ട്. പക്ഷെ 9ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. 5ാം ക്ലാസ്സിൽ 2 കൊല്ലം ഇരുന്നിട്ട്, 8ാം ക്ലാസ്സിൽ 2 കൊല്ലം ഇരുന്നിട്ട്, 9ാം ക്ലാസ്സിൽ 3 കൊല്ലം ഇരിക്കുമ്പോൾ അനിയനും പെങ്ങളും ഒരേ ക്ലാസ്സിൽ ടീച്ചറിനാണെങ്കിൽ ഒരുമയിലെടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസത്തിന് ഒരു പ്രസക്തിയില്ല. രക്ഷപ്പെടുന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി പണിയെടുക്കാൻ മനസ്സിലെ ഏതൊരു വ്യക്തിക്കും 100% ചെയ്യാം. ബിസിനസ് വന്നതിന് ശേഷം ഓരോ എന്താ പറയുക, ഒരു ഫോൺ പോലും എടുക്കാൻ അറിയില്ല. തിരുപ്പതി ഒരു ഫോണായിട്ട് അതിലുണ്ടായത്. അത് തന്നെ വിളിക്കാൻ അറിയില്ല. പച്ചപ്പും ചിക്കൻ ആരോടും സംസാരിക്കാൻ ജോബൊക്കെ ഓപ്പൺ അറിയില്ല. അന്നേരം ഈ ബിസിനസ് വന്ന സ്മാർട്ട് ഫോൺ അങ്ങനെ ഒരു പൈസ വന്ന്